ഹലോ, നമസ്കാരം എല്ലാവർക്കും. ക്യൂബ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ NISM എക്സാമിന്റെ സീരീസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോ ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഒരു 3 ഭാഗമായിട്ട് തിരിച്ചുള്ളതാണ്. അപ്പോ ഇതില് ഇപ്പൊ ഈ ചാപ്റ്ററോട് കൂടിയിട്ട് നമ്മൾ ഈ ഫസ്റ്റത്തെ ഒരു ഫൗണ്ടേഷൻ, ബേസിക് ഐഡിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് പ്ലാൻ ചെയ്യണത്. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കും. അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് മൊത്തം മനസ്സിലായിണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇതില് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ഡീപ്പായിട്ട് NSE, BSE, നിഫ്റ്റി, സെൻസെക്സ്, പിന്നെ ട്രേഡിങ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്ചേഞ്ചിന്റെ ട്രാൻസ്പെറൻസി, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആദ്യം NSE, BSE കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാം. NSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പൊ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടതും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതിനുശേഷം 1992 കാലത്തിലാണ് NSE നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. കമ്പനികൾക്ക് ക്യാപിറ്റല് റേസ് ചെയ്യാനായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു. ആ ഇഷ്യൂ ചെയ്യാനുള്ള ഏരിയ, ആ പ്ലാറ്റ്ഫോം, അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് നല്ല കമ്പനികളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് കീഴില് സ്റ്റോക്കുകളും കാര്യങ്ങളും വാങ്ങാനൊക്കെ ഉള്ള ഒരു ഏരിയ, അതാണ് ആസ്ഥാനം, അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിലെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച്, 2 NSE ആൻഡ് BSE ട്ടാ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോട്ടാ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട്. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സ്റ്റോക്ക് മാർക്കറ്റ്. വലിയ വലിയ കമ്പനികൾക്ക് അതായത് ഇൻവെസ്റ്റേഴ്സിന് ഫണ്ട് വാങ്ങി അവരുടെ കമ്പനിനെ എക്സ്പാൻഡ് ചെയ്യാനും ലോൺ ഇതൊന്നും ഒഴിവാക്കി നമ്മളെയും കൂടി അതിന്റെ ഓണേഴ്സ് ആക്കിയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഏരിയയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ കമ്പനികളും തമ്മിലുള്ള മീഡിയേഷൻ നടക്കുന്ന സ്ഥലം. അപ്പൊ അതിന് ട്രാൻസ്പെറന്റ് ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് നടക്കുന്നത്. അപ്പൊ അതില് റെഗുലേഷനും കാര്യങ്ങളൊക്കെ വെച്ച് മാർക്കറ്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരുന്ന ഒരു ഏരിയ ട്ടാ. NSE കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിക്കോട്ടെ. ഫുൾ നെയിം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എസ്റ്റാബ്ലിഷ് ആയത് 1992. ട്രേഡിംഗ് നടക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഇലക്ട്രോണിക് രീതിയിലിട്ടാണ്. ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലത്തെ ട്രേഡിംഗ് വോളിയം വെച്ച് നോക്കുമ്പോൾ. ബെഞ്ച് മാർക്കായിട്ട് പറയുന്നത് നിഫ്റ്റി 50, ആദ്യത്തെ മേജർ ആയിട്ടുള്ള 50 കമ്പനികളാണ് കേട്ടോ. ഓക്കെ. BSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 സ്ഥാപിതമായി ഏഷ്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഒരു 5000-ഓളം കമ്പനികൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്ക് പറയുന്നത് സെൻസെക്സ് ആയിട്ടാണ്. NSEയിലെ നിഫ്റ്റി 50 ആണ്. ഏറ്റവും പെർഫോം ചെയ്യുന്ന 50 ലാർജ് ക്യാപ് കമ്പനികളാണ് നിഫ്റ്റി 50 ഉണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് 50 50 ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും. സെൻസെക്സിൽ 30 കമ്പനികളാണുള്ള, ഏറ്റവും മേജർ ആയിട്ടുള്ള 30 കമ്പനികളുള്ളത്. പിന്നെ BSE 100 മേജർ ആയിട്ടുള്ള 100 കമ്പനികൾ വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റോക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന അതാണ്. ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള കമ്പനികൾ, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കമ്പനികൾ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. പിന്നെ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. കമ്പനികൾക്ക് ഫണ്ട് വേണം, അതിനുള്ള എലിജിബിലിറ്റി സെബി വഴി സെബി നോക്കിയിട്ട് അതിനുശേഷം IPO ചെയ്യുന്നു. IPO ചെയ്തതിനു ശേഷം കമ്പനി NSEയിൽ BSEയിൽ ലിസ്റ്റ് ചെയ്യണു, പബ്ലിക്കിന് ട്രേഡ് ചെയ്യാനുള്ള അവസരം വരുന്നു. ഇതാണ് ലിസ്റ്റിംഗിന്റെ ഒരു സിസ്റ്റം കേട്ടോ. IPO കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് കാരണം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഓക്കെ, എന്നാലും നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് കേട്ടോ, നമ്മളെ ആരൊക്കെ വരും, എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കാര്യങ്ങൾ കേട്ടോ. നമുക്ക് ലോങ് ടൈമിന് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം, ബൈ സെല്ലും ചെയ്യാം. അതുപോലെ ലോങ് ടൈമിന് ബൈ ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഷോർട്ട് ടൈമിനുള്ള ആൾക്കാരുണ്ട്, സ്വിംഗ് ട്രേഡ് ചെയ്യണവരുണ്ട്, കുറച്ച് ടൈമിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ എന്തെങ്കിലും ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഗോൾസ് ഒക്കെ നേടാനായിട്ട്, അതായത് ഒരു വീട് പണിയണം, അല്ലെങ്കിൽ കാർ വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പെൻഷൻ സ്കീം, അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് സമ്പാദിക്കണം, അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിയിലൊക്കെയാണ് നമ്മൾ റീറ്റെയിലേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അത് ഫോറിനും ഉണ്ട്, ഡൊമസ്റ്റിക്കും ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നമ്മൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളായിട്ട്, അതായത് ഒരുപാട് ആൾക്കാരെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഓരോ കമ്പനികളിലായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ടമെന്റലും ടെക്നിക്കലും ഒക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോക്കുകളിലും ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ പ്രോഫിറ്റ് എടുത്തിട്ട് ഈ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡെലിവറി ചെയ്യാറ്. പിന്നെ പെൻഷൻ ഫണ്ട്, പിന്നെ ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യും. ബാങ്കുകളിലെ സർപ്ലസ് വരുന്ന ഫണ്ടും ബാങ്കിൽ വരുന്ന ഫണ്ടുകളൊക്കെ അതിന് വേണ്ടി ഒരു വിങ് ഉണ്ടായിരിക്കും കേട്ടോ. ബാങ്കിലെ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യാനായിട്ട് വിങ് ഉണ്ടായിരിക്കും.
പിന്നെ ഇതിനൊക്കെ മാനേജ് ചെയ്യാനായിട്ട് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്നിട്ടുള്ള വലിയ വലിയ ടീമുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ബാങ്ക് ആയാലും ഓരോ സെക്ഷനുകളും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് മത്സരിക്കുന്നത് മനസ്സിലാക്കുക. ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയോ, ഇവര് വാങ്ങണ സ്റ്റോക്കുകളെ കണ്ടുപിടിക്കാനും ഇവര് വിൽക്കണോടത്ത് അതിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്ന വെച്ചെങ്കിൽ അതാണ് ഇതിലെ ഏറ്റവും വലിയ കഴിവ് കിട്ടാൻ. അപ്പൊ ഇതിന് നല്ല എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ FIAs VAs എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ വിറ്റ് പോകുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വാങ്ങും. അപ്പൊ അവര് ഇപ്പൊ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്താ വെച്ചാൽ ഇപ്പൊ അമേരിക്കയിൽ കൂടുതൽ ബോണ്ടിനെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അധികം ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ഗ്ലോബലി ഉള്ള ഒരു അൺസർട്ടനിറ്റിയും പിന്നെ നമ്മുടെ മാർക്കറ്റ് ഓവർ ബോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഉള്ള കാരണം കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. എന്നാലും DIs ഇപ്പോഴും, അതായത് മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻഷുറൻസിന്റെ ഇതിനൊക്കെ ഫണ്ട് നമ്മുടെ അവിടെ എപ്പോഴും വളക്കായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ചെയ്യണവരൊന്നും നിർത്തിയിട്ടില്ല. നമ്മുടെ ഇതിലിപ്പോ ഇൻഡിവിജ്വൽ ചെയ്യണവരും പിന്നെ പുതിയതായി മ്യൂച്വൽ ഫണ്ടിൽ വരണവരും മാർക്കറ്റിൽ ഇറങ്ങുന്നവരൊക്കെയാണ് ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ചെയ്തവർക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലോസും കാര്യങ്ങളും വന്ന കാരണം സ്റ്റക്കായി നിൽക്കുക. പക്ഷെ മ്യൂച്വൽ ഫണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈം പീരീഡ് ആയ കാരണം അതൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അവര് വിൽക്കുന്നതനുസരിച്ച് ഇവിടെ സ്റ്റോക്കുകൾ വാങ്ങി നമ്മുടെ മാർക്കറ്റിനെ ഈ നിലയിൽ നിർത്തി കൊണ്ടുപോകുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണ്. അതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, പെൻഷൻ ഫണ്ട്, ഈ ഫണ്ടുകളൊക്കെ ഇപ്പോഴും ഇൻവെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പൻസ് മനസ്സിലാക്കട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയറിംഗ് കോർപ്പറേഷൻ ആണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ പോയിട്ട് ബയ്യറിന് സെല്ലറിന് കണക്ട് ചെയ്തിട്ട് നമുക്ക് അസറ്റിനെ ഇലക്ട്രോണിക് രൂപത്തിലാക്കിയിട്ട് സെക്യൂരിറ്റി ആയിട്ട് സെറ്റിൽമെന്റ് ചെയ്യണത് കേട്ടാ. അതും ക്ലിയർ കോർപ്പറേഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് മനസ്സിലാക്കുക. അതിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുമ്പോ ടാക്സേഷനും ചാർജസുകളും എല്ലാതും കഴിഞ്ഞ് ബാക്കി വരുന്ന നമ്മുടെ അസറ്റിനെ അവര് സെക്യൂരിറ്റി ആയിട്ട് വെക്കും. നമുക്ക് എപ്പോ വേണമെങ്കിൽ ഇലക്ട്രോണിക്സ് രൂപത്തിൽ വെക്കും. നമുക്ക് എപ്പോ വേണമെങ്കിൽ എടുത്തിട്ട് അതിനെ സെൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത സെക്ഷൻ ആയിട്ട് വരുന്നത് സെബിന്. സെബി മാർക്കറ്റ് അതിന്റെ റെഗുലേഷനും കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. സെബി എങ്ങനെയൊക്കെയാണ് ഇൻസൈഡ് ട്രേഡിനെ ഒഴിവാക്കാന്നുള്ളതും സെബിയുടെ റെഗുലേഷൻ എങ്ങനെയാണ് മോണിറ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെബിയെ കുറിച്ചുള്ള അവയർനെസ് ആണ് നമ്മൾ ഒന്നുകൂടി ഡീപ്പായിട്ട് ജസ്റ്റ് അനലൈസ് ചെയ്യണു. നിങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സെബിയുടെ കീ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷൻ, മാർക്കറ്റിനെ റെഗുലേഷൻ ചെയ്യുക, പിന്നെ ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് നിർത്തുക, പോളിസി മേക്കിംഗ്, അതുപോലെ തന്നെ മോണിറ്ററിങ്, കോർപ്പറേറ്റ് ഗവർണൻസ്, അതായത് വലിയ വലിയ കമ്പനികളുടെയും കാര്യങ്ങൾ ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഫ്രോഡ് കാര്യങ്ങളൊന്നും ഇല്ലാതെ മനസ്സിലാക്കുക, പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേഷൻ ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ NIS എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനീഷ്യേഷൻ എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെബിനെ കുറിച്ചും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ള ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടാ. ഓക്കെ, സെബിയാണ് ഓരോ സമയങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താണ് കേട്ടാ. പണ്ട് നിഫ്റ്റിയില് 50 600 ലോട്ട്, പിന്നെ 65 പിന്നെ ഒരു സമയത്ത് 20 പോയി. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് ഒക്കെ വീക്കിലി എക്സ്പയറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി തേഴ്സ്ഡേ ആയിരുന്നു, വ്യാഴാഴ്ചയായിരുന്നു എക്സ്പയറി ഉണ്ടായിരുന്നത്. അതിപ്പോ ട്യൂസ്ഡേ ആക്കി. അങ്ങനെ ഓരോ എക്സ്പയറികളും കാര്യങ്ങളും ചേഞ്ചും മാറ്റങ്ങളും അങ്ങനെയുള്ള റെഗുലേഷനുകൾ അങ്ങനെ മാറ്റങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. അതുപോലെ തന്നെ ലോഡ് സൈസുകൾ അങ്ങനത്തെ ചേഞ്ചുകൾ വരും. പിന്നെ ചില കമ്പനികൾ ഇതിൽ നിന്ന് ലാർജ് ക്യാപ്പിൽ നിന്ന് പോകും, നിഫ്റ്റിയിലേക്ക് വരേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി മാർക്കറ്റിനെ റെഗുലേഷൻ ചെയ്ത് മാർക്കറ്റിന്റെ കറക്റ്റ് ടൈമിംഗ് നടത്തി മാർക്കറ്റ് കറക്റ്റായി കൊണ്ടുപോകലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് സെബിയുടെ ഒരു മേൽനോട്ടം എന്ന് പറയുന്നത് കേട്ടോ. സെബി എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ഷൻ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ടും നോക്കിക്കോളൂ. സെബിയുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സിന് നല്ല കോൺഫിഡൻസും സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുക, അതുപോലെ തന്നെ നല്ല അവയർനെസ് കൊടുക്കുക, എല്ലാവരും പ്രൊട്ടക്ഷൻ ചെയ്യുക, എല്ലാ തലമുറയ്ക്കും മാക്സിമം അറിവ് നൽകിയിട്ട് മാർക്കറ്റിനെ കുറിച്ചുള്ള കറക്റ്റ് അവയർനെസ് കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റികൾ എന്തൊക്കെയാണെന്നുള്ള ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്: ഇക്വിറ്റി സെക്യൂരിറ്റീസ്, ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, ഹൈബ്രിഡ് സെക്യൂരിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഓക്കെ, ഇതിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് അവയർനെസ് ആയി ഇരുന്നോട്ടെ വെച്ചിട്ടാണ് ഇതും കൂടി പറയുന്നത് കേട്ടോ. ഇക്വിറ്റി ഷെയർ കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്, പിന്നെ ഡെപ്റ്റുകൾ, ഗവൺമെന്റിന്റെ ബോണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റില്. അപ്പൊ അതാണ് സെക്യൂരിറ്റികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ള നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇക്വിറ്റി സെക്യൂരിറ്റീസ്, ഹൈബ്രിഡ് സെക്യൂരിറ്റീസ്, ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഓക്കെ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് അവയർനെസ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇക്വിറ്റി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു ബോണ്ട് സർട്ടിഫൈഡ് ആയിട്ട് നമുക്ക് നമ്മുടെ സെക്യൂരിറ്റീസിന് കിട്ടും, ഓതറൈസ്ഡ് ആയിട്ടുള്ളത്. നമുക്ക് എത്ര ഷെയർ ഉണ്ട് വെച്ചാൽ ആ ഷെയറിനുള്ള ഇത് കിട്ടും. അത് നമുക്ക് മെയിലായിട്ട് നമുക്ക് അയച്ചു തരും കേട്ടോ. അപ്പൊ നമുക്ക് വോട്ടിംഗ് ഷെയർ, അതുപോലെ തന്നെ നമുക്ക് ഇത്ര ഡിവിഡൻഡ് കിട്ടും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളായിട്ടുള്ള നമുക്കുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഇത്. നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ ഇതിനുള്ള വാല്യൂ
ഇതിനുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഇത് കേട്ടോ. ഇത് ഗവൺമെന്റിൽ നിന്നുള്ള ബോണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങുന്നവർക്കുള്ളതാണ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ളത് ഡെപ്റ്റ് കാര്യങ്ങള്, ഇതിന് കോർപ്പറേറ്റ് ബോണ്ട് ഉണ്ട്, ഗവൺമെന്റ് ബോണ്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് വെച്ചോട്ടാ. ഇതെന്താ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും, ഫിക്സഡ് മെച്യൂരിറ്റി ഉണ്ടായിരിക്കും, ലോ റിസ്ക് ആണ്. അതൊക്കെയാണ് ഈ ബോണ്ടിന്റെ പ്രത്യേകത കേട്ടാ. ബോണ്ട് yield കൂടി എന്നൊക്കെ US ട്രഷറിയിൽ ബോണ്ട് yield കൂടി എന്നൊക്കെ പറയുമ്പോൾ കണ്ടിട്ടുണ്ടാ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് പിൻവലിച്ചു, അവര് അവിടേക്ക് പോയി, അപ്പൊ അവിടെ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഗവൺമെന്റിന് ആവശ്യം വരുമ്പോൾ ഉള്ള ആ ഫണ്ടാണ്, ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ്. അപ്പൊ നമുക്ക് അത് വാങ്ങാൻ പറ്റും. അതായത് വലിയ വലിയ ആൾക്കാർ ചെയ്യണത് കേട്ടിട്ടുണ്ടല്ലോ അവര്. അപ്പൊ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകളാണ് ഇതൊക്കെ കേട്ടാ, ഹൈബ്രിഡ് സെക്യൂരിറ്റീസ്. അപ്പൊ ഇതിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ജസ്റ്റ് നോക്കിക്കോ. ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ട്രഷറി ബിൽസ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ട്രഷറി ബിൽസ്, കമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ മണി, റിപ്പോ, പർച്ചേസ് അഗ്രിമെന്റ്. മെച്ചൂരിറ്റി അപ് ടു 1 year ആണ്, ഹൈ ലിക്വിഡിറ്റി ആണ്, അതുപോലെ ലോ റിസ്ക് ആണ്, സ്റ്റേബിൾ റിട്ടേൺ ആണ് കേട്ടോ. മ്യൂച്വൽ ഫണ്ട് ആൻഡ് ETFs. മ്യൂച്വൽ ഫണ്ട് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒരു അവയർനെസ് കാര്യങ്ങൾ. നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് കളക്ട് ചെയ്തിട്ട് ഫണ്ട് ഒരു ഫണ്ടാക്കി എടുക്കണു, അതിന് ഫണ്ട് മാനേജർ ഉണ്ടാവണു, ആളത് ഒരുപാട് കമ്പനികളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണു. അതിനുശേഷം മെച്ചൂരിറ്റി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യണം. അതാണ് അതിന്റെ ഒരു സിസ്റ്റം ആണ്, ഒരുമിച്ചുള്ള ഒരു ഇത്. അപ്പൊ ഇത് ഒരെണ്ണത്തിന്റെ മൂവ്മെന്റ് കൊണ്ടൊന്നും മാറ്റങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒരു ഒരു കൂട്ടായിട്ടുള്ള അതിന്റെ ലാഭം കാര്യങ്ങളാകുമ്പോൾ ഒരു ആവറേജ് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ETF എന്ന് പറയുന്നത്. അപ്പൊ ETF ഈക്വിറ്റി കാര്യങ്ങൾ വരുന്നത് കേട്ടാ. സെക്കൻഡ് വരുന്നത് ETF ആണ്, ഗോൾഡ് ETF കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അവയർനെസ് ആക്കിക്കോ. മ്യൂച്വൽ ഫണ്ടും ETF അതിൽ രണ്ടിലും കമ്പയർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്, കുറച്ച് ETF ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഗോളുകളും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും. അടുത്ത സെക്ഷൻ ആയിട്ട് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ETF കേട്ടാ. മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാന്ന് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നു. ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് സമാഹരിച്ചിട്ട് ഫണ്ട് മാനേജർ വെച്ചിട്ട് ചെയ്യുന്നു. ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ട്രേഡ് ചെയ്യണു, അതായത് ഇൻട്രാഡേ പർപ്പസിൽ വരുന്നതാണ്. അത് ഒരു ETF, ഗോൾഡ് ETF, ഇക്വിറ്റി ETF, അങ്ങനെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് സെക്ഷനാണ് വരുന്നത്. ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകൾ കേട്ടാ. പിന്നെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് നമ്മൾ അല്ലാതെ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഒരു ഇത് കേട്ടാ. നമ്മളിപ്പോ സ്ഥലം വാങ്ങണു, റിയൽ എസ്റ്റേറ്റ്, ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ അതില് ഇൻകം പ്ലസ് ക്യാപിറ്റൽ പ്ലസ് അപ്രീസിയേഷൻ വരുന്നു. പിന്നെ ഗോൾഡ് വാങ്ങി കഴിഞ്ഞാൽ സിൽവർ, പ്ലാറ്റിനം അങ്ങനത്തെ വാങ്ങണം. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റികൾ വാങ്ങുന്നു, ഹെഡ്ജ് ഫണ്ട്. അതായത് നമ്മള് ഇപ്പൊ ഈ ഒരു ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ ഷെയർ മാർക്കറ്റിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എങ്ങനെ വർക്ക് ചെയ്യണത്, ഷെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതിനെ കുറിച്ചുള്ള ഐഡിയ, അതിൽ എന്തൊക്കെ വരുന്നത്, സെബി റോൾ എന്താണ്, അതുപോലെ തന്നെ മാർക്കറ്റില് എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റം ഉണ്ട്, മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, FIIs, DIs, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ മാർക്കറ്റിലെ എങ്ങനെയാണോ ഒരു ഫംഗ്ഷൻ വരുന്നത്, എങ്ങനെയാണോ സ്ട്രക്ചർ വരുന്നത്, ഇതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് ഈ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിട്ട് മുഴുവനും ഒന്ന് സ്റ്റഡി കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ നോക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ബെറ്റർ ആക്കാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ തൊട്ട് ഇതിനേറ്റവും ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. മാർക്കറ്റ് എന്താന്നുള്ളതിനെ കുറിച്ചുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് കേട്ടത്. ഇത് മുഴുവനായിട്ട് മനസ്സിലാക്കുക. കൂടുതലായിട്ട് ആവണമെങ്കിൽ നിങ്ങൾ റെക്കോർഡ് പോലൊക്കെ എഴുതിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. മാക്സിമം എല്ലാവരും നമ്മുടെ ലൈവ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂട്ടാ. ഓക്കെ, കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടോളൂ. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതുപോലെ കാലത്ത് മോർണിംഗിൽ കുറേശ്ശെ ക്ലാസ് സെക്ഷനൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള അവയർനെസ് റിപ്പീറ്റേഷൻ ചെയ്തിട്ട് എല്ലാവരുടെ അടുത്തും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്.